പത്തനംതിട്ടയിൽ കെ.എസ്.ആർ.ടി.സി ബസ് ഓടിച്ചു പോകാൻ പോലീസുകാരന്റെ ശ്രമം. ശബരിമല ഡ്യൂട്ടിക്ക് പോകാനെത്തിയ പോലീസുകാരനാണ് പരാക്രമം കാട്ടിയത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചെയ്ത്. ഷിജോ, കെ.എസ്.ആർ.ടി.സി ബസ് ഓടിക്കാനാണ് ശമ്പളം കൊടുത്ത് കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ ഏർപ്പാടാക്കിയത്. പോലീസുകാരന് എന്തു പറ്റി? എന്തിനാണ് ഈ പരാക്രമം? എന്താണ് ഇതിന്റെ പ്രശ്നം? പോലീസുകാരുടെ പ്രശ്നം എന്താണ്? സുഹേലെ, നിലവിൽ എന്തായാലും ഇതിനകത്ത് കെ.എസ്.ആർ.ടി.സി ജീവനക്കാരും കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരും പറയുന്നത് പോലീസുകാരൻ മദ്യലഹരിയിൽ കെ.എസ്.ആർ.ടി.സി ബസ് ഓടിച്ചു പോകാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യമാണ് കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് 6:30 ഈ സംഭവം പത്തനംതിട്ട കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ അരങ്ങേറുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ബസ് പുറപ്പെടാൻ വൈകി എന്നാരോപിച്ചുകൊണ്ട് കെ.എസ്.ആർ.ടി.സി ബസിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുകയും ഗിയറിൽ ഉണ്ടായിരുന്ന ബസ് ഈ സ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെ അല്പം മുമ്പോട്ട് നീങ്ങുകയും പെട്ടെന്ന് ഓഫ് ആവുകയുമാണ് ചെയ്തത്. ഉടൻ തന്നെ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൊക്കെ എത്തി ഇവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബസ് 6:50 പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്ക് പോകേണ്ടത്. ഇത് ഒരു സ്പെഷ്യൽ സർവീസ് നടത്തുന്ന ബസ്സല്ല, സ്ഥിരം പത്തനംതിട്ട പമ്പയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. മറ്റ് പല യാത്രക്കാരും ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. ഈ മദ്യലഹരിയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ബസ് പുറപ്പെടാൻ വൈകി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ബസിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ബസ് സ്റ്റാർട്ടാക്കി മുമ്പോട്ട് ബസ് എടുക്കുകയും ചെയ്തത്. ബസ് ഗിയറിലായതുകൊണ്ട് തന്നെയാണ് ബസ് മുമ്പോട്ട് അല്പം ഒന്ന് നീങ്ങിയത്. മറ്റ് അധികം അപകടമോ അധികം ദൂരത്തേക്ക് ബസ് നീങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും പത്തനംതിട്ട KAP 3 ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ബസ് കെ.എസ്.ആർ.ടി.സി ബസ് ഓടിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാലും പത്തനംതിട്ട പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ എടുക്കുകയും അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വൈദ്യപരിശോധനയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. ബസ് പുറപ്പെടാൻ വൈകി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് കുമാർ കെ.എസ്.ആർ.ടി.സി ബസ് ഓടിക്കാനുള്ള ശ്രമം നടത്തിയത്. ശബരിമല ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പത്തനംതിട്ട കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.